ഹായ്! ഞാൻ കഴിഞ്ഞ 4 വർഷമായി ജർമ്മനിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ 4 വർഷത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയ ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ജർമ്മനിയിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ജർമ്മനിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ ഈ വീഡിയോ സ്പെഷ്യലി ജർമ്മനിയിൽ ഉള്ളവർക്കാണ്. ജർമ്മനിയിലുള്ളവർ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ, സാലറി മേടിക്കുന്ന ആൾക്കാർ. നിങ്ങൾ നല്ലൊരു ജോലി ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ മന്ത് എൻഡ് ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ ഇരിക്കും? സീറോ ആണോ? അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സേവിങ്സ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ജർമ്മനിയിൽ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ലിവിങ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. റെന്റ്, ഇൻഷുറൻസ്, ടാക്സ് ഇവയെല്ലാം ചേർന്നാൽ സാലറി വന്നതിലും കൂടുതൽ പോകുന്ന പോലെ തോന്നും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ജർമ്മനി വളരെ നല്ലതായി തോന്നും. പക്ഷേ ഇവിടെ ജീവിക്കുന്നവർക്കറിയാം ഇവിടുത്തെ സ്ട്രഗിൾ. അപ്പാർട്ട്മെന്റ് കിട്ടാൻ തന്നെയുള്ള സ്ട്രഗിൾ. ഇനി അപ്പാർട്ട്മെന്റ് കിട്ടുന്നതിന്റെ ഇടയിൽ ഇവർ ഇപ്പോൾ ഉള്ള ആൾക്കാർ തുടങ്ങിയ കമ്മീഷൻ മേടിക്കും. ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. ടാക്സ് പിന്നെ ഓൾറെഡി ഡിഡക്ട് ചെയ്യും. നമ്മുടെ ഏത് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുന്ന്. ഈ ടാക്സിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ മിസ് ഔട്ട് ആയി പോകുന്ന കുറെ കാര്യങ്ങൾ. ടാക്സ് ക്ലാസ് ഏത് ടാക്സ് ക്ലാസ് ചൂസ് ചെയ്യണം. മാരീഡ് ആണെങ്കിൽ 3-5 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 4 ചൂസ് ചെയ്യാം. സ്റ്റുഡൻസ് ആണെങ്കിൽ ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ ടാക്സ് ക്ലാസ്സിനെ പറ്റിയിട്ടും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഏത് ടാക്സ് ക്ലാസ് ആണ് ചൂസ് ചെയ്യുന്നത്, നമുക്ക് അവിടെ പൈസ നഷ്ടം വരുന്നില്ലല്ലോ എന്ന് നമ്മൾ എന്തായാലും ഇത് നോക്കിയിരിക്കണം. ഇവിടെ നമ്മുടെ പ്രശ്നം സാലറി അല്ല, പ്രശ്നം ഈ സിസ്റ്റം ആണ്. നമ്മൾ ഏൺ ചെയ്യുന്ന മണി പക്ഷെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് ഒരു 1000 രൂപ, ഒരു 1000 യൂറോ സേവ് ഉണ്ടെന്ന് കരുതുക. 5 വർഷം കഴിഞ്ഞാൽ ഈ 1000 യൂറോ കൊണ്ട് ഇന്നത്തെ പോലെ സാധനങ്ങൾ വാങ്ങി പറ്റില്ല. അതുകൊണ്ട് ബാങ്കിൽ സേവ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ആകുക. നമ്മൾ മെയിൻ ആയിട്ട് ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനാണ് നമ്മൾ ഒരു 10-15 വർഷത്തിൽ റിട്ടയർ ചെയ്താലും നമുക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഫണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. റിട്ടയർമെന്റിൽ നമുക്ക് പീസ്ഫുൾ ആയി കാമായി ജീവിക്കാൻ പറ്റുന്ന ഒരു പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏർലി റിട്ടയർമെന്റ് സാധിക്കുള്ളൂ. എന്നാൽ ഈ പൈസ പിന്നെയും നമുക്ക് വേണ്ടി തന്നെ ഇതൊരു മെഷീൻ മാതിരി ഇരുന്ന് നമുക്ക് വേണ്ടി പൈസ ഉണ്ടായിക്കൊണ്ടിരുന്ന അതേപോലെ വേണം നമ്മൾ സേവ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഈ 1000 യൂറോ ബാങ്കിലിട്ട് അത് ഇൻഫ്ലേഷൻ കഴിഞ്ഞ് നമുക്കൊന്നും കിട്ടില്ല. അറിയാലോ, ജർമ്മനിയിൽ ഇൻഫ്ലേഷൻ 2-3% വരെയാണ്. ഇന്ത്യയിലാണെങ്കിൽ 4-6%. പക്ഷേ ജർമ്മനിയിൽ ലിവിംഗ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഇൻഫ്ലേഷൻ കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലിവിംഗ് കോസ്റ്റ് കൂടുതലാണ്. നമ്മൾ നാട്ടിൽ ബാങ്കിൽ ഒരു FD ഇടുകയാണെങ്കിൽ, നാട്ടിൽ ഇൻഫ്ലേഷൻ വരുന്നത് 6%. FD ഇടുകയാണെങ്കിൽ നമ്മുടെ FD ഇൻട്രസ്റ്റ് എന്തായാലും 6% മുകളിൽ കാണും. അല്ലെങ്കിൽ അത്രയും 6% മുകളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇതിൽ നമ്മൾ FD ഇടാൻ പാടുള്ളൂ. ഈ FD ഇട്ടുകൊണ്ട് നമുക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, ഇപ്പൊ ഒരു നോർമലി ഒരു 80%ഒക്കെയാണ് മാക്സിമം കിട്ടുക നല്ല ബാങ്കുകളിൽ, നമുക്ക് റിലയബിൾ ആയി വിശ്വസിക്കാൻ പറ്റുന്ന ബാങ്കുകളിൽ. അപ്പൊ അങ്ങനെ നമ്മളൊരു ഇത്രയധികം വലിയൊരു എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആകെ 1%-2%ആണ് ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ട് ലാഭം കിട്ടുന്നത്. നമുക്ക് അത്ര കിട്ടിയാൽ മതി, പോരാ. നമ്മൾ സേവിങ്സ് ചെയ്യേണ്ടത് ബാങ്കിൽ പൈസ ഇട്ടിട്ടോ നമ്മുടെ പൈസ വെറുതെ വെച്ചിട്ടല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നല്ല പല ഓപ്ഷൻസും ജർമ്മനിയിൽ അവൈലബിൾ ആണ്. പല ബ്രോക്കറേജസ്, പല ആപ്പുകൾ, പല ഇതിലും നമുക്ക് ഇക്വിറ്റി ചെയ്യാം, ETF ചെയ്യാം, സ്റ്റോക്ക് ചെയ്യാം, ഇൻഡെക്സ് ഫണ്ട്സിൽ ചെയ്യാം, ക്രിപ്റ്റോ ചെയ്യാം. പക്ഷെ എവിടെ ചെയ്യാണെങ്കിലും ഒന്നിലും ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ശരിയായി മനസ്സിലാക്കി റിലയബിൾ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത് ഈ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതൊരു ലോസ് ആവാൻ പാടില്ല. ലോങ് ടേം ആയിട്ട് ആലോചിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് SIP മാത്രം ചെയ്യണമെന്നില്ല. നമ്മുടെ ഏജ് ഡിപ്പെൻഡന്റ് ആണ്. ഏജ് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് ചൂസ് ചെയ്യാനായിട്ട്. ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നണം. പക്ഷെ നമ്മൾ എല്ലാത്തിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെ ചെയ്യണം, ഏത് ETF ചെയ്യണം, ഏത് സ്റ്റോക്സിൽ ചെയ്യണം, ബിഗിനേഴ്സ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എവിടെയാണ് നിങ്ങൾ ഫെയിൽ ആയി പോകുന്നത്, എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോം ത്രൂ ആണ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. സ്കാലബിൾ ക്യാപിറ്റൽ, ട്രേഡ് റിപ്പബ്ലിക്, ട്രേഡിംഗ് 212, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഈ പ്ലാറ്റ്ഫോംസിൽ തന്നെ ഓരോന്നിന്റെ ചാർജസ്, ഫീസ്, ടാക്സ്, ഇവിടെ കുറെ ലീഗൽ അല്ല പല സ്റ്റോക്സ് മേടിക്കാനായിട്ട്, പലതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത് വേണം. ജർമ്മൻസ് ഒക്കെ സസ്റ്റൈനബിലിറ്റി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്, എവിടെ ചെയ്യണം, ഏത് ചെയ്യണം ഒക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ചൂസ്.